വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പള്ളിക്കവലയ്ക്ക് സമീപം ബാങ്കിന്റെ മുൻപിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് സൂപ്പർ മാർക്കറ്റിനു വേണ്ടി പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവത്ത് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റിയതിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പിറവം ടൗണിൽ പള്ളിക്കവലയ്ക്ക് സമീപം SBIയുടെ മുന്നിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് സൂപ്പർ മാർക്കറ്റിനു വേണ്ടി പൊളിച്ചു മാറ്റിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം നടത്തിയത്. പിറവം ബസ് സ്റ്റാൻഡ് എത്തുന്നതിനു മുൻപേ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയകരമായിരുന്ന ഏക വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു അത്. പുതുതായി നടത്താൻ പോകുന്ന വ്യാപാര സ്ഥാപനത്തിന് മുന്നിലുള്ള വെയിറ്റിംഗ് ഷെഡിനു പകരം പുതിയത് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അതിനു വിരുദ്ധമായിട്ടാണ് സ്വകാര്യ സ്ഥാപനം ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റിയതെന്നും അനധികൃതമായ ഈ പൊളിച്ചുമാറ്റലിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ പുതിയ വെയിറ്റിംഗ് ഷെഡ് നൽകുകയും ചെയ്യണമെന്ന് UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ മാസം കൗൺസിൽ യോഗം കൂടിയപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു അപേക്ഷ വന്നു. ഈ വെയിറ്റിംഗ് ഷെഡ് ഒരു 3.5 മീറ്റർ പടിഞ്ഞാറോട്ട് മാറ്റി സ്ഥാപിക്കാൻ ഒരു അനുവാദം തരണമെന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ വന്നു. അപ്പോൾ അപേക്ഷ കൗൺസിൽ അംഗീകരിച്ചു. ഒരു വ്യവസ്ഥയോടു കൂടിയാണ് അംഗീകരിച്ചത്. പുതിയ വെയിറ്റിംഗ് ഷെഡ് ഇവിടെ നിർമ്മിച്ചതിന് ശേഷം മാത്രമേ പഴയ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റാവൂ എന്നുള്ള നിബന്ധനയോടുകൂടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമുക്കറിയാം, ഇവിടെ പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ പുതിയത് നിർമ്മിക്കാതെ പഴയത് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കട പോലുമില്ല. ആളുകൾക്ക് കയറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് പരിഗണിച്ചാണ് അന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് അന്ന് ഒരു തീരുമാനമെടുത്തത്. പുതിയത് പണിതിന് ശേഷം മാത്രമേ പഴയത് പൊളിക്കാവൂ എന്ന് തീരുമാനമെടുത്തു, അനുവാദവും കൊടുത്താൽ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പഴയ വെയിറ്റിംഗ് ഷെഡ് നിങ്ങൾ നോക്കിക്കാണാം, ആ സ്ഥാനത്തൊന്നുമില്ല. പഴയ വെയിറ്റിംഗ് ഷെഡൊക്കെ പൊളിച്ചു മാറ്റി ഇനി ഇവിടെ പുതിയത് പണിയുമെന്ന് പറഞ്ഞ് എത്ര നാളുകൊണ്ട് ഈ പുതിയത് പണിയുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചറിയാം. അതുവരെ ഈ ജനങ്ങൾ എവിടെ കയറി നിൽക്കും? ബസ് കാത്ത് എവിടെ കയറി നിൽക്കും? ഉള്ള വെല്ലുവിളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ഒരു അപേക്ഷ തരികയുണ്ടായി. ആ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചതിന് ശേഷം മാത്രമേ പഴയത് പൊളിക്കൂ എന്ന് ഒരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമ്മതിച്ചത്. എന്നാൽ ഇന്ന് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ, പള്ളിയിലേക്കുള്ള ആൾക്കാർ ഈ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതുപോലെ ചുട്ടു പൊള്ളുന്ന ഈ വെയിലത്ത് നിലവിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു കളയുകയും പുതിയ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ UDF ശക്തമായി പ്രതിഷേധിക്കുന്നു. അടിയന്തരമായി എത്രയും പെട്ടെന്ന് പുതിയ വെയിറ്റിംഗ് ഷെഡ് പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികൾ മുൻകൈ എടുക്കുമെന്നും ഇവരുടെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കാനും അതിനെപ്പറ്റി വരെ ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആരോടും ചോദിക്കാതെ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ആരോടും ചോദിക്കാതെ വിളിച്ചു മാറ്റിയിരിക്കുകയാണ്. പിറവത്തെ സംബന്ധിച്ചിടത്തോളം പിറവം ബസ് സ്റ്റാൻഡിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മുടെ ഈ പള്ളിക്കവലയിലെ സ്റ്റോപ്പ്. ഇവിടെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് പോലും വാഹനം നിർത്തി ആളുകളെ ഇറക്കുവാനോ കയറ്റുവാനോ ഉള്ള സൗകര്യമില്ല. കാരണം അതുപോലെ തിങ്ങിയ റോഡുകളാണ് നമുക്ക് പിറവത്തുള്ളത്, പിറവം ടൗണിൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പിറവം പള്ളി സ്പോൺസർ ചെയ്ത മുനിസിപ്പാലിറ്റിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു കൊടുക്കുന്നത്. കാണുമ്പോൾ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിലും 100 കണക്കിന് ആളുകൾ, അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ ആ വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരിക്കുകയും ബസ് കാത്തു നിൽക്കുകയും ഒക്കെ നിത്യ സംഭവമായിരുന്നു. അത് മാത്രവുമല്ല, ഇപ്പോൾ ഇവിടെ ഈ സമീപത്ത് ഒരു കടകൾ പോലുമില്ല. ഈ കോരിച്ചൊരിയുന്നവന് ഇപ്പം നല്ല വെയിൽ വന്നുകൊണ്ട് നമ്മളെല്ലാവരും വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുക. ഈ കോരിച്ചൊരിയുന്ന വെയിൽ ഉള്ളപ്പോൾ പോലും ഇപ്പം ആളുകൾക്ക് കയറി നിൽക്കാൻ ഒരു കട പോലും ഇല്ലാത്ത അവസരത്തിൽ ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു വില എന്തോരം ഉണ്ടെന്നുള്ള ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരത്തിന് UDF നേതൃത്വം നൽകുമെന്നും DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ, UDF നേതാക്കളായ തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, അരുൺ കല്ലറക്കൽ, ഷാജു ഇലഞ്ഞിമറ്റം, പ്രശാന്ത് മമ്പുറത്ത്, വത്സല വർഗീസ്, സിനി ജോയ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ iVision പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.